വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ്. ഇനി നമുക്ക് മോര് കാച്ചും തേനി നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 വലിയ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ചുവന്നുള്ളിക്ക് പകരം സവോള ആയിരുന്നാലും കുഴപ്പമില്ല. സവോളയും എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളകും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ പീസായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് കടുകും ഉലുവയാണ്. ഉലുവ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ വേണം. പിന്നെ ഉണക്കമുളകും വേണം, കറിവേപ്പിലയും വേണം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളകിന്റെ പൊടിയൊന്നും ചേർക്കണില്ല. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. മോര് കാച്ചിയതാവുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കണം. പിന്നെ മോരിന് കുറച്ച് പുളി ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ തൈരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് പുളി കുറവായിരിക്കും. അങ്ങനെ നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് തൈര് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന്റെ പുറത്തെ സീല് മാറ്റിക്കളയാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഒരു 2 ദിവസം പുറത്ത് വെക്കാം. അപ്പൊ ആ തൈരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതേ കറിയാക്കാന്ന്. ഈ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. കടുകൊക്കെ കരിഞ്ഞു പോകാണ്ട് നോക്കണം. കടുകൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കൈപ്രസ് ഉണ്ടാവും. ഉലുവയും ഒന്ന് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉണക്കമുളക് പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഉലുവ ചേർക്കുമ്പോഴും ഉലുവ കരിഞ്ഞു പോവാണ്ട് നോക്കണം. ഇപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഇപ്പം മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ തക്കാളി ചേർക്കാം. തക്കാളി ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മോര് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വയ്ക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന തൈര് ചേർക്കാം. തൈര് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ തൈര് ഒരു 2.25 കപ്പുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. തൈര് ഒഴിച്ചിട്ട് പിന്നെ തിളച്ച് പോകരുത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തൈര് പിരിഞ്ഞ പോലെ വരും. പിന്നെ തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെള്ളം പോലെ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ബാച്ചിലേഴ്സിനൊക്കെയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു കറിയാണിത്.